നമസ്കാരം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളി മദ്യപ്ലാന്റ് അനുമതി, പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്, ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. പാലക്കാട് എലപ്പുള്ളി മദ്യപ്ലാന്റ് അനുമതിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറാവാതെ വന്നപ്പോൾ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷവും പ്രവർത്തകർ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ബാരിക്കേഡ് മറിച്ച് മുന്നോട്ടു പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമവും പോലീസ് തടഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി MP രാജേഷിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. വഞ്ചിയൂർ വെടിവെപ്പ് കേസ്, പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ അറസ്റ്റ്. വള്ളക്കടവ് സ്വദേശി സുജിത്തിനെയാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാലിദ്വീപിൽ നിന്ന് മടങ്ങി വരുന്ന വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് സുജിത്തിനെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 28-നാണ് പ്രതിയായ വനിതാ ഡോക്ടർ സുജിത്തിന്റെ ഭാര്യയെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചത്. തന്നെ പിടികൂടിയ ശേഷമായിരുന്നു വനിതാ ഡോക്ടർ സുജിത്തിനെതിരെ പീഡന പരാതി നൽകിയത്. പ്രതിയായ വനിതാ ഡോക്ടറും സുജിത്തും ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. ഈ സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും സുജിത്ത് പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കണ്ണൂർ മാലൂരിൽ അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യ ചെയ്ത് അമ്മയെ കൊന്നതെന്ന് സംശയം. നിറ്റാപ്പറമ്പിലെ നിർമ്മലയും മകൻ സുമേഷുമാണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. ഇന്ന് രാവിലെയാണ് സംഭവം നാട്ടുകാരറിയുന്നത്. 62-കാരിയായ നിർമ്മലയെ മകൻ കൊലപ്പെടുത്തിയെന്നാണ് ഉയരുന്ന സംശയം. 2 ദിവസമായി വീടിന് പുറത്ത് ആരെയും കണ്ടിരുന്നില്ല. സംശയം തോന്നിയ സാഹചര്യത്തിൽ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. സുമേഷ് തൂങ്ങിയ നിലയിലും നിർമ്മലയെ അതേ മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. സുമേഷിന് KSEBയിലാണ് ജോലി. മകൻ സ്ഥിരം മദ്യപിച്ചു വരുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. തിരുവനന്തപുരത്ത് വീടിനുള്ളിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പിന്നിൽ ഇൻസ്റ്റഗ്രാം സുഹൃത്തെന്ന് സംശയം. വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സായിരുന്നു. രാവിലെ 11:30ഓടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് മുമ്പിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിട്ടുണ്ട്. യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 മകനെ യുവതി സ്കൂളിലേക്ക് വിട്ടിരുന്നു. ഇതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു. യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചത്. ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ നടൻ വിനായകൻ. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യവർഷവും നഗ്നതാ പ്രദർശനവും നടത്തിയ സംഭവത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ നടൻ വിനായകൻ. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു നടന്റെ മാപ്പ് പറച്ചിൽ. തന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് വിനായകൻ പറഞ്ഞത്. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നാണ് വിനായകൻ പറഞ്ഞത്.